ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മോക്ക് ടെക്സ്റ്റ് 5ാമത്തെ യൂണിറ്റിൽ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ബന്ധപ്പെട്ട ടോപ്പിക്കിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹു പ്രപ്പോസ്ഡ് ദ പ്രിയാമ്പിൾ ബിഫോർ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ജവഹർലാൽ നെഹ്റു പ്രപ്പോസ്ഡ് പ്രിയാമ്പിൾ ബിഫോർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ ചോദ്യം, which constitutional amendment gave precedence to the directive principle of state policy over fundamental rights? ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുകളിലായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പലിന് പ്രാധാന്യം കൊടുത്ത ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 42. ആൻസർ ബി. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പലിന് ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുകളിലായിട്ട് പവർ കൊടുത്തത്. അടുത്ത ചോദ്യം, which of the following committee suggested the inclusion of separate chapter on fundamental duties in the constitution? ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകം ചാപ്റ്റർ വേണമെന്ന് കൂട്ടിച്ചേർത്ത കമ്മിറ്റി തീരുമാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി ആണ് ആൻസർ. അടുത്ത ചോദ്യം, salient features of Indian constitution have been borrowed from various sources. അതെ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കടമെടുത്ത ഒരു കാര്യങ്ങളാണ് കൂടുതലുള്ളത്. ഇതിൽ തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എമർജൻസി പ്രൊവിഷൻ ജർമ്മനിയിൽ നിന്ന് തന്നെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് USA എന്നും, സ്ട്രക്ചറൽ പാർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് 1935. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബൈ ക്യാമലറിസം ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ കാനഡ അല്ല, ശരി ഉത്തരം ബ്രിട്ടൻ ആണ്. അപ്പൊ അത് പഠിച്ച് വെക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ദ ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് എ ഗ്യാരണ്ടി റെമഡി ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധി ഉള്ള അവകാശം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ചോദ്യം. 32, ആർട്ടിക്കിൾ 32. പ്രിവ്യൂ പേഴ്സ് വാസ് അബോളിഷ്ഡ് ബൈ ഡാഷ് അമെൻമെന്റ് ആക്ട്. നമുക്കിത് ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയാം അല്ലെ? ഇന്ദിരാഗാന്ധി 1971. ആർട്ടിക്കിൾ അല്ലെങ്കിൽ അമെൻമെന്റ് 26 ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അമെൻമെന്റ് ആക്ട് 26 പ്രകാരമാണ് പ്രിവ്യൂ പേഴ്സ് അബോളിഷ് ചെയ്തത്. ഇന്ത്യ ബോറോഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്, 4 ഓപ്ഷൻ ഉണ്ട്, ബ്രിട്ടൻ ഓർ UK നിന്നാണ് ഇന്ത്യ സിംഗിൾ സിറ്റിസൺഷിപ്പ് ബോറോ ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അസംബ്ലി ഓഫ് ഇന്ത്യ, ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ, ക്ഷമിക്കണം, ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ബിഗാൻ ഇറ്റ്സ് 3rd സെഷൻ. വളരെ നല്ലൊരു ചോദ്യമാണ്. 3ാമത്തെ സെഷൻ, നമുക്ക് ഫസ്റ്റ് സെഷനൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? 9 ഡിസംബർ 1946 ഒക്കെ. അപ്പോൾ ഇത് 3ാമത്തെ സെഷനാണ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 28th April 1947 ആണ് ദ 3rd സെഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 28th April 1947. അടുത്ത ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫസ്റ്റ്ലി സമ്മൺഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ which is recently known as. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൂടിയിരുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അറിയപ്പെടുന്നതാണ് ദ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇൻക്ലൂഷൻ ഓഫ് ദ വേർഡ് ഫ്രറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രപ്പോസ്ഡ് ബൈ. സാഹോദര്യം എന്ന വാക്ക് ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആര്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം, BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഹു വാസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ഹരേന്ദ്ര കുമാർ മുഖർജി, HC മുഖർജി ആണ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദ 100th Amendment Act of Indian Constitution relate to. 100ാമത്തെ ഭരണഘടനാ ഭേദഗതി തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം,
ബൗണ്ടറി എഗ്രിമെന്റ് ആരുമായിട്ട്? ബംഗ്ലാദേശുമായിട്ട് അല്ലെ? അത് ഓർത്തു വെക്കുക. സോറി, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് how many schedules at the time of its adoption in 1950? ഇപ്പോൾ നിലവിൽ 12 ഉണ്ട്. എന്നാൽ ആദ്യം 1950 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത 15ാമത്തെ ചോദ്യം, വാട്ട് റിഫ്ലക്ട് ദ ക്വൈൻറ്റസെൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് സത്ത, ഭരണഘടനയുടെ സത്ത. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലേതാണ്? ആൻസർ സി ആണ് ശരി ഉത്തരം, പ്രിയാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 16 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്, ഉള്ളതിൽ ഏറ്റവും വലിയ ഓപ്ഷൻ, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് അല്ലെ? ജോലിക്ക് എല്ലാവർക്കും സമത്വം. ആർട്ടിക്കിൾ 16. Dr. Rajendra Prasad was elected as the President of Constituent Assembly on. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്ത ഡേറ്റ്, മാസം, വർഷം. ഓപ്ഷൻ ബി, 11th December 1946. The Constituent Assembly finally adopted the objective resolution moved by നെഹ്റു. നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നത് 13 ഡിസംബർ 1946 ആണ്. എന്നാൽ നമ്മുടെ ചോദ്യം, ഇത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത്, അഡോപ്റ്റ് ചെയ്തത് എന്നാണ്. അപ്പൊ തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ്, കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇത് അഡോപ്റ്റ് ചെയ്തത് ഓപ്ഷൻ ഡി ആണ്, 22 ജനുവരി 1947 എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഹൗ മെനി വുമൺ മെമ്പേഴ്സ് has attended on the occasion of first Constituent Assembly in Independent India? ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം. കിട്ടിയ ആൻസർ? യെസ്, ഓപ്ഷൻ ബി, 15 ആണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത ചോദ്യം, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദി മൈനോറിറ്റി സബ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ന്യൂനപക്ഷ സബ് കമ്മിറ്റി അംഗം മറ്റാരുമല്ല, HC മുഖർജി അല്ലെ? അടുത്ത ചോദ്യം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ referred in Indian Constitution of directive principle. തുല്യ വേതനം സ്ത്രീക്കും പുരുഷനും. കിട്ടിയോ? യെസ്, ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അറിഞ്ഞൂടാത്തവര് അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 39D ക്ലോസ് ഡിയിലാണ്. 39 ക്ലോസ് ഡി. Which article of Constitution provides uniform civil code for the citizens? ഏകീകൃത സിവിൽ കോഡ്. എളുപ്പമാണ്, ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. 44. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് 8th schedule language of Constitution are spoken by minority population? 8ാം ഷെഡ്യൂൾ അനുസരിച്ച് ഭാഷകളുമായി ബന്ധപ്പെട്ടതാണല്ലോ 8ാമത്തെ ഷെഡ്യൂൾ. അതിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ, മൈനോറിറ്റി പീപ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ സംസാരിക്കുന്ന ഭാഷ, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറച്ച്, അതായത് മൃദുഭാഷ എന്ന് തന്നെ ഇപ്പൊ അറിയപ്പെടുന്നുണ്ട്. ഏതെന്ന് കിട്ടിയോ? യെസ്, ഓപ്ഷൻ സി, സാൻസ്ക്രിറ്റ് ആണ്. ബൈ വിച്ച് അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോവ, ദാമൻ ദിയു were added to Indian Constitution? അപ്പൊ ഗോവയും ദാമൻ ദിയു ഒക്കെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റ് പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ആൻസർ പഠിച്ചു വെക്കുക. 12ാമത്തെ 12th ആൻസർ, 12th അമെൻമെന്റ് ആണ്. അതിലൂടെയാണ് ഗോവയും ദാമൻ ദിയുവും എന്ത് ചെയ്തത്? ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ആയിട്ടൊക്കെ കൂട്ടിച്ചേർത്തത് അല്ലെ? യെസ്, ഗോവ സ്റ്റേറ്റ് ആയിട്ട്, ദാമൻ ദിയു യൂണിയൻ ടെറിട്ടറിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലോ. ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് നോൺ ആസ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ? തന്നിരിക്കുന്ന പ്രിയാമ്പിൾ ആണോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ, അതോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ശരി ഉത്തരം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് അങ്ങനെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്നത്. വിച്ച് പാർട്ട് ഓഫ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാഗ്ന കാർട്ട ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് പാർട്ടാണ് ഇന്ത്യൻ
കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, പാർട്ട് 3. വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ ബി 368. The word secularism is added to the preamble of the Indian Constitution by dash amendment. കിട്ടിയ ആൻസർ? യെസ്, 42nd അമെൻമെന്റോടെയാണ് നമ്മൾ സെക്യുലറിസം എന്നുള്ള വാക്ക് പ്രിയാമ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. വിച്ച് ഓഫ് ദി സബ്ജക്ട് മാറ്റേഴ്സ് കവേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 12 to 35 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് അത് വരുന്നത് അല്ലെ? യെസ്, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. Directive principle of state policy are contained in part 4 from ഏത് തൊട്ട് ഏത് വരെ? ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. GST is an indirect tax throughout India to replace the tax levied by central and state. പ്രത്യേകം പിരിച്ചിരുന്നതൊക്കെ ഇപ്പോൾ ഒരുമിച്ചാക്കി അല്ലെ GST വന്നതോടെ. This has been implemented. ഇത് നിലവിൽ വന്നത് ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 122 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is not regarded as a salient feature of Indian Constitution? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഏതാണ്? അതെ, നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയുടേത്. എന്തല്ല? ഡ്യുവൽ അല്ല എന്നുള്ളത് ഓർക്കുക. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ ഇവിടെ നോട്ട് റിഗാർഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അത് എവിടെ നിന്ന് ഏത് രാജ്യത്തിൽ നിന്ന് എടുത്തു എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ? UK അല്ലെങ്കിൽ ബ്രിട്ടൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? 4 ഓപ്ഷൻസ് ഉണ്ട്. 10th ഷെഡ്യൂൾ 52ാം അമെൻമെന്റ് ആക്ടോടെയാണ് വന്നത്. അപ്പൊ അത് ശരിയാണ്. 9th ഷെഡ്യൂൾ ആണ് ആദ്യത്തെ അമെൻമെന്റ് അല്ലെ? നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ അമെൻമെന്റ് 9ാമത്തെ ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തതാണ്. അതും ശരിയാണ്. ആർട്ടിക്കിൾ 15(5) added in the 93rd Amendment Act, അതും ശരിയാണ്. 12th ഷെഡ്യൂൾ 74th Amendment Act, അതും ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ് ശരി കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇതെല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. Who commented in the Constitution Assembly that directive principle of state policy is like a check payable at the convenience of a bank? അപ്പൊ ഒരു ചെക്ക് ആയിട്ട് കമ്പയർ ചെയ്ത് അല്ലെ? ഒരു ബാങ്കിന്റെ സൗകര്യത്തിന് മാറാൻ കഴിയുന്ന ചെക്കാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവരിൽ ആരാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത്? ഓപ്ഷൻ ബി TK ഷായാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി KT ഷാ, സോറി KT ഷായാണ് കേട്ടോ. TK അല്ല, KT ഷാ. How many members were there in the drafting committee of Indian Constitution? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പഠിച്ചു വെക്കുക, 7 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 35 ക്വസ്റ്റ്യൻസും ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉടനെ കാണാം. താങ്ക് യു.